Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മൾ പല തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ്, അതായത് ക്വാളിറ്റി കാണിക്കുന്ന, ക്വാണ്ടിറ്റി കാണിക്കുന്ന, ഇത്തരത്തിൽ പല തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള, അതായത് സം സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സിന്റെ യൂസസ്. എന്തെല്ലാമാണ് അഡ്ജക്റ്റീവ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള യൂസസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ യൂസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് കറക്റ്റ് യൂസേജ് ഓഫ് സം സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ്. അതാണ് നമ്മളുടെ ടോപ്പിക്ക്. അതായത് ചില സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സിന്റെ കറക്റ്റ് യൂസേജ്. നോക്കൂ, ഒന്നാമത്തേത് ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള, നമുക്ക് സാധാരണ നമ്മൾ കൺഫ്യൂസിങ് ആവുന്ന ഏതാനും അഡ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ലേറ്റർ എന്നുള്ളത്. ലേറ്ററും ലാറ്ററും ലേറ്റസ്റ്റും ലാസ്റ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ലേറ്റർ. ഈ ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് എന്നാണ്. ലേറ്റർ, ലേറ്റ് ആയിട്ട്. ലേറ്റർ സജസ്റ്റ് ആൻ ഇൻഡെഫിനിറ്റ് ടൈം ഇൻ ഫ്യൂച്ചർ. അതായത് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട്, അതായത് ഭാവിയിലെ ഒരു സമയം, ഒരു ഇൻഡെഫിനിറ്റ് ടൈം, നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും പിന്നീട്, ദാറ്റ് മീൻസ് വൈകിട്ട്, കഴിഞ്ഞിട്ട്, അതായത് ഇനി വരാൻ പോകുന്ന ഒരു സമയം, അത് കൃത്യമല്ല, ഒരു ഇൻഡെഫിനിറ്റ് ടൈമാണ് ലേറ്റർ. എക്സാമ്പിൾ, ഹി ഈസ് പ്ലാനിങ് ടു വിസിറ്റ് അസ് ലേറ്റർ. അവൻ നമ്മളെ പിന്നീട് കാണാൻ പ്ലാൻ ചെയ്യുന്നു. വിസിറ്റ് അസ് ലേറ്റർ, പിന്നീട്. അത് നാളെ ആവാം, മറ്റന്നാളാവാം, അതായത് ഇനി വരാനിരിക്കുന്ന ഒരു സമയം. ലേറ്റർ. ഇനി ലാറ്റർ. ലാറ്റർ എന്ന് പറഞ്ഞാൽ 2 ടി വരും, ശ്രദ്ധിക്കാം. ലാറ്റർ സജസ്റ്റ് പൊസിഷൻ ഓർ ഓർഡർ. ഈ ലാറ്റർ എന്നുള്ളത് ഓർഡർ, ക്രമം അല്ലെങ്കിൽ പൊസിഷനെ കാണിക്കുന്നതാണ് ലാറ്റർ. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 വസ്തുക്കളുണ്ട്. 2 വസ്തുക്കൾ, പേന, പെൻസിൽ, 2 വസ്തുക്കൾ. അപ്പൊ നമ്മൾ പേന, പെൻസിൽ, നമ്മൾ ആദ്യത്തേത് പേന, അതിന് നമ്മൾ ഫോർമർ എന്ന് പറയും. രണ്ടാമത് പറഞ്ഞത് പെൻസിൽ, കാരണം പിന്നീട് നമ്മൾ അത് മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ 2 വസ്തുക്കളുടെ പേര് പറഞ്ഞു, പിന്നീട് നമ്മൾ അവ മെൻഷൻ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞതിനെ കുറിച്ച് പറയാൻ ഫോർമർ എന്നും രണ്ടാമത്തേത് ലാറ്റർ എന്നും പറയും. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. മീന ആൻഡ് സീന ആർ കസിൻസ്. മീനയും അതുപോലെ തന്നെ സീനയും കസിൻസ് ആണ്. മീന ആൻഡ് സീന ആർ കസിൻസ്. ആദ്യം മീന, പിന്നെ സീന, രണ്ടുപേരും കസിൻസ് ആണ്. ദ ലാറ്റർ ഈസ് സ്റ്റഡിയിങ് അബ്രോഡ്. ദ ലാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള്, അതായത് സീന വിദേശത്ത് പഠിക്കുന്നു. ഇനി അടുത്തത് ലേറ്റസ്റ്റ്. ലേറ്റസ്റ്റ് മീൻസ് എ റീസെന്റ് ഹാപ്പനിങ്. അപ്പൊ ലേറ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് എ റീസെന്റ് ഹാപ്പനിങ്, അതായത് ഏറ്റവും അടുത്ത സമയത്ത് സംഭവിച്ചത്, ഏറ്റവും അടുത്തായിട്ട്, അതായത് ഏറ്റവും അടുത്തായിട്ട്, ഏറ്റവും പുതിയതായിട്ട്, അതാണ് ലേറ്റസ്റ്റ്. He is talking about his latest book. He is talking about his latest book. അവൻ അവൻ്റെ ലേറ്റസ്റ്റ് ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് ശേഷം അവനൊരു പുസ്തകം വേറെ എഴുതിയിട്ടില്ല. അതായത് റീസെന്റ്, ഈ അടുത്തിടെ, അതായത് അടുത്തിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട്, അതാണ് അടുത്തിടെ. ഇനി ലാസ്റ്റ്, അത് നമുക്കറിയാം. അതായത് സജസ്റ്റ് എ പൊസിഷൻ ഓർ എ പോയിന്റ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്.
ഇപ്പോൾ ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പൊസിഷൻ ഓർ പോയിന്റ്, ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് വൺ. എക്സാമ്പിൾ, ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. അതായത് ലാസ്റ്റ് ബെഞ്ചിലാണ് അവൻ ഇരിക്കുന്നത്. ഹി ഈസ് സിറ്റിംഗ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്. അപ്പൊ നമ്മൾ ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്. ഇനി അടുത്തത് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഈ 3 അഡ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റിൽ. ലിറ്റിൽ മീൻസ്, ലിറ്റിൽ എന്നുള്ളതിന്റെ അർത്ഥം മീൻസ് നിൽ എന്ന, ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ലിറ്റിൽ എന്നുള്ളത് നെഗറ്റീവ് ആണ്, സെമി നെഗറ്റീവ് ആണ്. ഇല്ല എന്നാണ് ലിറ്റിലിന്റെ അർത്ഥം. എക്സാമ്പിൾ, ഹി ഹാസ് ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ്. അവന്റെ കയ്യിൽ ഒരു കാശുമില്ല. യൂസ്ഡ് ഇൻ എ നെഗറ്റീവ് സെൻസ്. ഹി ഹാസ് ലിറ്റിൽ മണി. ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാ. ഹി ഹാസ് ലിറ്റിൽ മണി, ഒരു പണവുമില്ല. ഹി ഹാസ് ലിറ്റിൽ മണി ഇൻ ഹിസ് പോക്കറ്റ്. ഇനി അടുത്തത് എ ലിറ്റിൽ. രണ്ടാമത്തേതാണ് എ ലിറ്റിൽ, മീൻസ് സം, കുറച്ചുണ്ട്. എ ലിറ്റിൽ എന്ന് വെച്ചാൽ ഹി ഹാസ് എ ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ്. അതായത് യൂസ്ഡ് ഇൻ എ പോസിറ്റീവ് സെൻസ്. അവന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. ഹി ഹാസ് എ ലിറ്റിൽ മണി. ഹി ഹാസ് എ ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ്. കയ്യിൽ കുറച്ച് പണമുണ്ട്. ഇനി ദ ലിറ്റിൽ. ദ ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ എമൗണ്ട്, സ്മാൾ എമൗണ്ട് ബട്ട് ഓൾ ദാറ്റ് വാസ് ദർ. ദ ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, പക്ഷേ അതുള്ളൂ, ആകെ അതുള്ളൂ. കുറച്ച്, ഓൾ ദാറ്റ് വാസ് ദർ, അത് മാത്രമാണ് അവിടെ ഉള്ളത്. എക്സാമ്പിൾ നോക്കൂ, ദ ലിറ്റിൽ മണി he had was lost on the train. The little money he had, അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണം, പക്ഷെ കുറച്ചുള്ളൂ, അവന്റെ കയ്യിലുള്ള മുഴുവൻ പണം, അവന്റെ കയ്യിലുള്ള ആ തുക, അതായത് മുഴുവൻ തുകയും ട്രെയിനിൽ വെച്ച് നഷ്ടമായി. ദ ലിറ്റിൽ മണി he had, ഉണ്ടായിരുന്നത് മുഴുവനും, അതാണ് ദ ലിറ്റിൽ. നോക്കൂ, അടുത്തത് ഫ്യൂ എന്നുള്ളത്, എ ഫ്യൂ എന്നുള്ളത് ദ ഫ്യൂ. അത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഫ്യൂ മീൻസ് നൺ ഓർ നിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നെഗറ്റീവ് ആണ്. എക്സാമ്പിൾ, there are a few chocolates in the box. ബോക്സിൽ ചോക്ലേറ്റ് ഒന്നും ഇല്ല, നെഗറ്റീവ് ആണ്. ഇനി എ ഫ്യൂ മീൻസ് കുറച്ചുണ്ട്. there are a few chocolates in the box, പോസിറ്റീവ് ആണ്. ബോക്സിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. ഇനി അടുത്തത് ദ ഫ്യൂ. നേരത്തെ പറഞ്ഞ പോലെ എന്താ വരുന്നത്? ദ ഫ്യൂ ഓൾ ദാറ്റ് വാസ് there. അവിടെ ഉള്ളത് മൊത്തം, അവിടെ ഉള്ളത് മൊത്തം, മൊത്തത്തിൽ അവിടെ കുറച്ചുണ്ട്, അതാണ് ദ ഫ്യൂ. എക്സാമ്പിൾ, he took the few chocolates left in the box. ബോക്സിൽ ബാക്കി വന്ന ചോക്ലേറ്റ് അവനെടുത്തു. he took the few chocolates. അതിനർത്ഥം ബാക്കി എത്രയാണ് ഉള്ളത്, 4 ആണെങ്കിൽ ആ 4 അവനെടുത്തു. അതായത് അവിടെ ബാക്കി വന്നത് കുറച്ചാണ്, പക്ഷെ അത് മുഴുവൻ അവനെടുത്തു. ഇനി അടുത്തത് എൽഡർ, എൽഡസ്റ്റ്. എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്. എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ആദ്യം എൽഡർ. ഈ എൽഡർ എന്നുള്ളത് ഓൺലി യൂസ്ഡ് ടു റെഫർ ടു മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മാത്രമേ എൽഡർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് സ്വന്തം ജ്യേഷ്ഠനനിയന്മാരെ,
സ്വന്തം ബ്രദേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കുറിച്ച്. നോക്കൂ, എക്സാമ്പിൾ, കാർത്തിക് ഈസ് ദ എൽഡർ ഓഫ് മൈ 2 sons. എൻ്റെ 2 മക്കളിൽ മൂത്തവനാണ് കാർത്തിക്. കാർത്തിക് ഈസ് ദ എൽഡർ. കാർത്തിക് ഈസ് ദ എൽഡർ ഓഫ് മൈ 2 sons. എൻ്റെ 2 മക്കളിൽ മൂത്ത ആളാണ് കാർത്തിക്. എൽഡസ്റ്റ് ഓൺലി യൂസ്ഡ് ടു റെഫർ ടു മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി. എൽഡസ്റ്റും അങ്ങനെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതായത് സെയിം ഫാമിലിയിലെ മെമ്പേഴ്സ്, ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പറയാൻ മാത്രം ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, കാർത്തിക് ഈസ് മൈ എൽഡസ്റ്റ് സൺ. കാർത്തിക് ഈസ് മൈ എൽഡസ്റ്റ് സൺ. എൻ്റെ മൂത്ത മകനാണ് കാർത്തിക്. കാർത്തിക് ഈസ് മൈ എൽഡസ്റ്റ് സൺ. അടുത്തത് ഓൾഡർ. നമുക്ക് പുറത്തുള്ളവരെ ഉണ്ടോ, യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ്. വസ്തുക്കളെയോ വ്യക്തികളെയോ കമ്പയർ ചെയ്യാം. കാർത്തിക് ഈസ് ഓൾഡർ ദാൻ ഹിസ് ഫ്രണ്ട്. നമ്മളുമായിട്ടൊരു ബന്ധമില്ല. കാർത്തിക് അവന്റെ സുഹൃത്തിനേക്കാൾ ഓൾഡർ ആണ്. കാർത്തിക് ഈസ് ഓൾഡർ ദാൻ ഹിസ് ഫ്രണ്ട്. ഇനി ഓൾഡസ്റ്റ്, യൂസ്ഡ് ഫോർ ബോത്ത് പേഴ്സൺസ് ആൻഡ് തിങ്സ്. വസ്തുക്കളെ കുറിച്ച് പറയാനും വ്യക്തികളെ കുറിച്ച് പറയാനും നമുക്ക് ഏത് ഉപയോഗിക്കാം? ഓൾഡസ്റ്റ്. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് മോണുമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പഴയ സ്മാരകമാണിത്. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് മോണുമെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, കണ്ട ശേഷം ലൈക്ക് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.